പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ബ്രാഞ്ച് കമ്മിറ്റികളാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും ബ്രാഞ്ചുകൾ ഒട്ടും ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ല എന്ന് മാത്രമല്ല, ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ പറയുന്ന സമരങ്ങൾക്ക് ആളെത്തിച്ചു കൊടുക്കുന്ന ഒരു യൂണിറ്റ് മാത്രമായിട്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ മാറിപ്പോയി. ജനങ്ങളുമായിട്ടുള്ള ബന്ധം പണ്ടുണ്ടായിരുന്നവരെ കല്യാണം നടത്താനും മരണ വീട്ടിൽ പോകാനും ഒന്നും സഹാക്കന്മാരൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറെ അനാലിസിസുകൾ വരുന്നു. ഇത്തരം കാര്യങ്ങൾ പാർട്ടികൾ പരിശോധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും പാർട്ടിക്കകത്ത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഇത്തരം ന്യൂനതകൾ ഏതെങ്കിലും പാർട്ടി ഘടകങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തിക്കും. തിരുത്താൻ തയ്യാറാകാത്ത ആളുകൾക്ക് ഈ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. അതാണ് പാർട്ടി നിലപാട്. ഇനി പോരെ ഇന്നലെ പറഞ്ഞത് ഒരു പാർട്ടി കമ്മിറ്റികൾ ഭയമില്ലാതെ ചർച്ച നടത്താൻ ഒരു ഭയം ഇതുവരെ ഉണ്ടായിരുന്നതുകൊണ്ടാണോ? അതല്ല, ഭയമുണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അങ്ങനെ എന്റെ സംസാരത്തിന് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്ലിപ്പ് വരിക അല്ല, ഞാൻ അതേന്ന് എനിക്കറിയാം. ഗോവിന്ദ മാഷ് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ഗോവിന്ദ മാഷ് ഇന്നലെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. 4 മണിക്ക് പത്രസമ്മേളനം വെച്ചു. ആ പത്രസമ്മേളനം മാറ്റിവെക്കണം എന്ന് ഞങ്ങൾ പരസ്പരം ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്ന് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങളുടെ അടുത്ത് ചെലവാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം ആ ഘട്ടം, അതാണ് ആ ഘട്ടം എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു വാക്കിന്റെ ഒരു നിലപാടെടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അതിന്റെ മേലെ വേറെ വ്യാഖ്യാനം നടത്തുന്നത് ശരിയാണോ? നിങ്ങൾ അതിന്റെ ഇത്രേ പ്രശ്നമുള്ളൂ. നിങ്ങൾ തന്നെ ആരോപിക്കുന്നില്ലേ? ആരും ഏകാധിപത്യമാണ് CPM-നകത്ത് എന്നൊക്കെ നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിർഭയമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു പോയാൽ എന്താ തെറ്റ്? അതിന്റെ അർത്ഥം ഇതുവരെ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഭയത്തോടു കൂടിയാണെന്നാണോ? അങ്ങനെയല്ല, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറയുന്നത് അങ്ങനെ ദേവീത് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഇതുവരെ അഭിപ്രായങ്ങൾ പറയേണ്ടവരെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നത്തിലും നിർഭയമായ അഭിപ്രായം, അതൊരു പ്രയോഗമാണത്. അങ്ങനെ നിങ്ങൾ എന്താ എടുക്കാത്തത്?